നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രജിസ്ട്രേഷൻ ഫീസ് വർധനവിനെതിരെ പ്രതിഷേധം ശക്തമാവുന്നു. കോൺഗ്രസ് പ്രവർത്തകർ രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജില്ലയോടുള്ള അവഗണനയ്ക്കും അഴിമതിക്കുമെതിരെ ജില്ലാതല പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ജില്ലാതല അഴിമതിരഹിത പ്രവർത്തക സംഗമം കാസർകോട്ട് നടന്നു. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സമരം തുടങ്ങി. കളക്ടറേറ്റ് മാർച്ചിൽ പ്രതിഷേധം ഇറങ്ങി. മഹിളാ കിസാൻ ശാക്തീകരണ പരിയോജന പരിപാടിക്ക് പള്ളിക്കരയിൽ തുടക്കം. നാടൻ വിഭവങ്ങളുടെ മേള സംഘടിപ്പിച്ചു. അഷ്റഫ് മൗലവിക്കും ഹമീദിനും തണലൊരുക്കാൻ 3-ാം മൈൽ ഇസ്ലാമിക് കൾച്ചറൽ സെന്ററിന്റെ പ്രവർത്തകർ. നീലേശ്വരം കേന്ദ്രമാക്കി മാജിക് അക്കാദമി ആൻഡ് ആർട്ട് ഗാലറി ഒരുങ്ങുന്നു. വാർത്തകൾ വിശദമായി. രജിസ്ട്രേഷൻ ഫീസിൽ വർധനവ്. LDF സർക്കാർ നയങ്ങൾക്കെതിരെ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ സംഘടിപ്പിച്ചു. LDF സർക്കാർ നയങ്ങൾക്കെതിരെയാണ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ സംഘടിപ്പിച്ചത്. രജിസ്ട്രേഷൻ ഫീസിലെ വർധനവിൽ പ്രതിഷേധിച്ചായിരുന്നു കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ധർണ സംഘടിപ്പിച്ചത്. ഹോസ്ദുർഗ് സബ് രജിസ്ട്രാർ ഓഫീസിനു മുന്നിൽ നടന്ന ധർണ KPCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് MC ജോസ് ഉദ്ഘാടനം ചെയ്തു. 280 ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ രജിസ്ട്രാർ ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടക്കുകയാണ്. ഈ സമരത്തിന് ആധാരമായ പ്രശ്നങ്ങളെ സംബന്ധിച്ചുകൊണ്ട് വിശദീകരിക്കുക. ഇവിടെ സ്വാഗത പ്രാസംഗികൻ ചൂണ്ടിക്കാണിച്ചതുപോലെ സാധാരണ ഏതൊരു ഗവൺമെന്റ് അധികാരത്തിലേറിയാലും ആ ഭരണകൂടത്തിന് ഒരു 6 മാസം ഹണിമൂൺ പീരീഡായി ആരും അനുവദിച്ചു കൊടുക്കാറുണ്ട്. നമ്മളും എല്ലാം വിചാരിച്ചത് ഒരു 6 മാസം ഈ ഗവൺമെന്റ് സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഇല്ലാതെ എല്ലാം തുടരട്ടെ എന്നായിരുന്നു നമ്മൾ തീരുമാനിച്ചത്. അതുമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോ അവര് തെരഞ്ഞെടുപ്പ് കാലത്തെല്ലാം പ്രചരിപ്പിച്ചത് ഞങ്ങളൊന്ന് വരട്ടെ, ഞങ്ങൾ വന്നാൽ എല്ലാം ശരിയാകും, ജനങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ ശരിയാക്കും എന്നായിരുന്നു അവര് ഈ രാജ്യമെമ്പാടും എഴുതി വെച്ചതും പ്രസംഗിച്ചതും. DV ബാലകൃഷ്ണൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് KK നാരായണൻ, M അസിനാർ, PV സുരേഷ്, CV ഭാവനൻ, KP മോഹനൻ, അരവിന്ദാക്ഷൻ നായർ, M കുഞ്ഞികൃഷ്ണൻ, ഗോപകുമാർ കരിന്തളം തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയോടുള്ള അവഗണനയ്ക്കും അഴിമതിക്കുമെതിരെ പോരാട്ടം ശക്തമാക്കി അഴിമതിരഹിത കൂട്ടായ്മയായ GHM രംഗത്ത്. ഇതിന്റെ ഭാഗമായി കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംഗമം സംഘടിപ്പിച്ചു. മാറി മാറി ഭരണത്തിലെത്തുന്നവർ ജില്ലയോട് നിരന്തരം കാണിക്കുന്ന അവഗണനയും പൊതുഖജനാവ് കട്ടുമുടിച്ച് നടത്തുന്ന അഴിമതിയും അവസാനിപ്പിക്കാനുള്ള ശക്തമായ പരിപാടികൾക്കാണ് കൂട്ടായ്മ നേതൃത്വം നൽകുന്നത്. സംഗമത്തിൽ വിവരാവകാശ പ്രവർത്തകൻ ജോയി കൈതാരം, രഞ്ജിത്ത് ബാബു കണ്ണൂർ, മുജീബ് റഹ്മാൻ കോഴിക്കോട് എന്നിവർ സംബന്ധിച്ചു. അപ്പോൾ പറഞ്ഞു തുടർന്ന് അന്വേഷിക്കേണ്ട ഫയൽ കെട്ടി ഇങ്ങോട്ട് കൊണ്ടുപോരാ. അങ്ങനെ ആ ഫയൽ കൊണ്ടുപോയി ADGP അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചു. 2014 ജൂൺ അവസാനം. അതേക്കുറിച്ച് പരാതി കൊടുത്തവർക്ക് ആഭ്യന്തരമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കത്ത് കൊടുത്തു. ആ കത്തിനകത്ത് പറയുന്നത്, നിങ്ങൾ PC ജോർജ് ചീഫ് വിപ്പ് വഴി നൽകിയ പരാതി ആഭ്യന്തരമന്ത്രി ഇന്റലിജൻസ് ADGPക്ക് അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ വേണ്ടി കൈമാറിയിട്ടുണ്ട്. അത് ഇനി നിങ്ങൾ തുടർന്ന് ആ ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് പറഞ്ഞു. ആ ഓഫീസിൽ ഇവർ ചെന്ന് അന്വേഷിച്ച് പറഞ്ഞു, അങ്ങനെ ഒരു വിവരം ഇവിടെ കിട്ടിയിട്ടില്ല, ഒരു പരാതിയില്ല എന്ന് പറഞ്ഞു.
ബുറാൻ തളങ്കര, KS തമീം, സാദിഖ് തളങ്കര, എസ്മൂസ് തളങ്കര, ഖാദർ തൈവളപ്പ് എന്നിവരാണ് കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. പെൻഷൻകാർ കളക്ടറേറ്റ് പടിക്കൽ ധർണ നടത്തി. പെൻഷൻകാർക്ക് ശുപാർശ ചെയ്ത സൗജന്യ ചികിത്സാ പദ്ധതി സംഘടനകളുമായി ചർച്ച ചെയ്ത് നടപ്പിലാക്കുക, പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഒറ്റത്തവണയായി അനുവദിക്കുക, പൂർണ്ണ പെൻഷനുള്ള സർവീസ് കാലാവധി 25 വർഷമായി നിജപ്പെടുത്തിയ കമ്മീഷൻ ശുപാർശ നടപ്പിലാക്കുക, അമിത വിലക്കയറ്റം നിയന്ത്രിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പെൻഷൻകാർ നടത്തിയ കളക്ടറേറ്റ് ധർണ DCC പ്രസിഡന്റ് CK ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്തെ പെൻഷൻ സംഘടനകളുടെ നിരയിൽ ഏറ്റവും കരുത്തുറ്റതും ശക്തവുമായ ഒരു സംഘടനയായി അസോസിയേഷന് വളർന്നു വരാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ വിളംബരമാണ് ഇന്ന് കാസർഗോഡ് ജില്ലയിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള ആവേശകരമായ ഈ പ്രകടനവും തുടർന്ന് ഇവിടെ നടക്കുന്ന ധർണാ പരിപാടിയും എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബുധനാഴ്ച രാവിലെ നടന്ന ധർണയിൽ നിരവധി പേർ പങ്കെടുത്തു. സംസ്ഥാന വ്യാപകമായി പെൻഷൻകാർ നടത്തുന്ന ധർണയുടെ ഭാഗമായാണ് ജില്ലയിലും പരിപാടി സംഘടിപ്പിച്ചത്. സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് U ശേഖരൻ നായർ, ജില്ലാ സെക്രട്ടറി V കൃഷ്ണൻ, സെറ്റോ നേതാക്കളായ VV രമേശൻ, കുഞ്ഞിക്കണ്ണൻ എടച്ചേരി, P കരുണാകരൻ, PT ബാലകൃഷ്ണൻ മാസ്റ്റർ, TV ഗംഗാധരൻ, KV സുധർമ്മ, പലേരി പത്മനാഭൻ എന്നിവർ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ MKSPയുടെ മഹിളാ കിസാൻ ശാക്തീകരണ പരിയോജനയുടെ ഭാഗമായി പരിശീലന പരിപാടി നടന്നു. നാടൻ ഭക്ഷ്യമേളയും സംഘടിപ്പിച്ചു. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. CDSലെ 230 JLG ഗ്രൂപ്പുകൾ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. K കുഞ്ഞിരാമൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ വലിയ ഉത്സവാഘോഷങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഓണത്തോടനുബന്ധിച്ച് മലയാളികളുടെ നാട്ടിലുള്ള വലിയ ഉത്സവാഘോഷം നടക്കുകയാണ്. അപ്പോൾ ഓണത്തോടനുബന്ധിച്ച് ജൈവ പച്ചക്കറി കൃഷി എടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വിളവ് ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കണം എന്നാണ് നമ്മളെല്ലാവരും തീരുമാനിച്ചത്. എത്ര ആളെ വീട്ടിലാവും, എത്ര ആളെ വീട്ടിൽ കൃഷി ഇപ്പോൾ കണ്ടറിയേണ്ടതാണ്. പഞ്ചായത്ത് കിട്ടുന്ന ആനുകൂല്യം അല്ലെങ്കിൽ കുടുംബശ്രീയിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യം വാങ്ങാൻ എല്ലാവരും തയ്യാറായിട്ടുണ്ടാകും. ഓണത്തിൽ എത്ര പച്ചക്കറി പറിക്കും എന്നിപ്പോൾ എല്ലാവരും നമ്മൾ കണ്ടാലേ നമുക്ക് പറയാൻ പറ്റും. കൃഷി അവരോടെടുത്ത് എടുപ്പിച്ചതുമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന കാലാവസ്ഥയ്ക്ക് നല്ല രീതിയിൽ പച്ചക്കറി ആവാൻ നല്ല വ്യവസ്ഥയാണ്. കാരണം മഴ തീരെയില്ല. കർക്കിടക മാസം എന്ന പേരില്ലാതെ കർക്കിടക മാസം മഴ പെയ്തില്ല എന്നൊക്കെയാണ്. ഇന്ന് മഴക്കാലം വളരെ ഇങ്ങനെ പാറി പാറി ചണ്ടായി നിൽക്കുന്ന എന്നല്ലാതെ നമ്മുടെ നാട്ടിൽ ഒരു മഴ ഈ മാസം കൂടി പെയ്തിട്ടില്ല. അപ്പോൾ പച്ചക്കറിക്ക് നല്ല ആച്ചാണ്. പച്ചക്കറിക്ക് ചീഞ്ഞു പോകുന്ന നല്ല കാലാവസ്ഥയാണ്. നെല്ലിനും അതുപോലെ മറ്റു കൃഷിക്ക് മാത്രമേ ദോഷമുള്ളൂ. കൃഷി എടുത്തവർ ഏറ്റവും നല്ല വെള്ളം നിൽക്കുന്ന പ്രദേശം പോലെ സ്ഥലത്ത് മാത്രമേ കുറച്ച് എല്ലാവുന്നുള്ളൂ. മറ്റെല്ലാം ഈ വെയിലും ചൂടിലും അതും മോശമാകാൻ വേണ്ടി പോകുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര അധ്യക്ഷയായി. ബ്ലോക്ക് പ്രസിഡന്റ് M ഗൗരി, ജില്ലാ മിഷൻ കോർഡിനേറ്റർ അബ്ദുൾ മജീദ് ചെമ്പരിക്ക, വിജയൻ, കുന്നൂച്ചി കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ഭക്ഷ്യമേള ഏറെ ശ്രദ്ധേയമായി. ചക്കപ്പായസം, ചക്കദോശ, മത്തൻ പായസം എന്നിവയായിരുന്നു ഭക്ഷ്യമേളയിലെ വിഭവങ്ങൾ പ്രധാനികൾ. 230 വിഭവങ്ങളാണ് ഭക്ഷ്യമേളയിലെ പ്രദർശനത്തിനുണ്ടായിരുന്നത്. 500 പേർക്കുള്ള ഭക്ഷണം പരിപാടിയുടെ ഭാഗമായി ഒരുക്കി. തുടർന്ന് നടന്ന JLG ഗ്രൂപ്പിന്റെ കക്കിരി കൃഷി വിളവെടുപ്പ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ അബ്ദുൾ മജീദ് ചെമ്പരിക്ക നിർവഹിച്ചു. 3-ാം മൈൽ ഇസ്ലാമിക് കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന കാരുണ്യ ഭവന പദ്ധതിയുടെ കുറ്റിയിടൽ ചടങ്ങ് നടന്നു. 3-ാം മൈൽ ഇസ്ലാമിക് കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് കാരുണ്യ ഭവന പദ്ധതി നടപ്പിലാക്കുന്നത്. 3-ാം മൈലിലെ അഷ്റഫ് മൗലവിക്കും ഹമീദിനുമാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. MICCയുടെ നേതൃത്വത്തിൽ നായിക്കുട്ടിപ്പാറയിൽ നടന്ന ചടങ്ങ് മെട്രോ മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. പാറപ്പള്ളി ഗത്തീഫ് മുസ്താങ് ദാരിമി കുറ്റിയിടൽ കർമ്മം നിർവഹിച്ചു. പാലക്കി കുഞ്ഞാമത് ഹാജി മുഖ്യാതിഥിയായിരുന്നു. അബൂബക്കർ കാലിച്ചാമ്പൊതി അധ്യക്ഷനായി. ഹാജി K അബൂബക്കർ, TE മുഹമ്മദ് ഹാജി, MK അസ്നാർ, L മജീദ്, AM ബഷീർ, KA ഹമീദ്, പഞ്ചായത്ത് അംഗങ്ങളായ കൃഷ്ണകുമാർ, ജയ തുടങ്ങിയവർ സംസാരിച്ചു. നീലേശ്വരം കേന്ദ്രമാക്കി മാജിക് അക്കാദമി ആൻഡ് ആർട്ട് ഗാലറി വരുന്നു. ഉദ്ഘാടനം 18-ന് കരുവാച്ചേരിയിൽ നടക്കുമെന്ന് പ്രമുഖ മാന്ത്രികൻ ബാലൻ നീലേശ്വരവും ചിത്രകാരൻ ഏറമ്പുരം മുഹമ്മദും അറിയിച്ചു.
ഒരു ആർട്ട് ഗാലറി വരുന്ന 18-ാം തീയതി ഇവിടെ എഴുവാച്ചേരി തുടങ്ങുകയാണ്. അത് മേജിക്കിൻ്റെ ഇവിടെ വരുന്ന തലമുറക്കും മേജിക്ക് മാതൃകൾക്കും വേണ്ടി ക്ലാസ്സുകൾ സംഘടിപ്പിക്കുകയും ചില പ്രദർശനങ്ങൾ നടത്തുകയും. നീലേശ്വരം കരുവാച്ചേരിയിൽ മാന്ത്രികൻ ബാലൻ നീലേശ്വരത്തിന്റെയും ചിത്രകാരൻ എറമ്പുറം മുഹമ്മദിന്റെയും നേതൃത്വത്തിലാണ് അക്കാദമി ഗാലറി ആരംഭിക്കുന്നത്. മാജിക് പഠനം ക്യാമ്പുകൾ, ചിത്രകലാ പരിശീലനം, മറ്റു കലാകാരന്മാരുടെ ചിത്രപ്രദർശനങ്ങൾ, ഇതര കലകളുടെ പരിശീലനം എന്നിവയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ആഗസ്റ്റ് 18 രാവിലെ വത്സൻ പിലിക്കോട് ഉദ്ഘാടനം ചെയ്യും. ചെറിയ തലമുറകൾക്ക് ചിത്രകല പറഞ്ഞു കൊടുക്കാൻ. വാർത്താ സമ്മേളനത്തിൽ ബാലൻ, എറപ്പുറം മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. സീനിയർ സിറ്റിസൺ ഫോറം ഓഗസ്റ്റ് 16 വയോജന സംരക്ഷണ ദിനമായി ആചരിക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ആർഡി ഓഫീസ് മാർച്ചും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള സീനിയർ സിറ്റിസൺ ഫോറം ആഗസ്റ്റ് 16 വയോജന സംരക്ഷണ ദിനമായി ആചരിക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആർഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മറ്റു പെൻഷൻ വാങ്ങുന്നവർക്ക് സാമൂഹ്യക്ഷേമ സുരക്ഷാ പെൻഷൻ കൂടി നൽകുക, വയോജന നയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. 2006-ലും 2013-ലും ഈ ഗവൺമെൻറ് ഒരു വയോജന നയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് സർക്കാർ ഉത്തരവ് നമുക്ക് ആവശ്യമാണ്. ചീഫ് സെക്രട്ടറിയുടെ തലത്തിൽ ഡിപ്പാർട്ട്മെൻ്റ് തല സെക്രട്ടറിമാരുടെ ഒരു കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ യോഗം ഇതുവരെ ചേർന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് താല്പര്യമുണ്ട്. കാരണം ഇങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ കൂടിയിട്ടാണ് ഈ വയോജന നിയമം നടപ്പിലാക്കേണ്ടത്. അതിനുണ്ടാക്കിയിട്ടുള്ള കമ്മിറ്റി പ്രവർത്തിക്കുന്നില്ല. അതും കൂടെ ഒരു പ്രധാന പോയിന്റ്. അപ്പോൾ 2006-13 പ്രഖ്യാപിച്ച ഗവൺമെൻറ് നയം, വയോജന നയം, അത് കൃത്യമായി നടപ്പിലാക്കും. ഇതര സംസ്ഥാനങ്ങളുടേതിന് തുല്യമായി ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ യാത്രാ ചാർജ് ഇളവനുവദിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സീനിയർ സിറ്റിസൺ ഫോറം ജില്ലാ പ്രസിഡന്റ് ടി അബൂബക്കർ ഹാജി, KJ അഗസ്റ്റിൻ, PK അബ്ദുറഹ്മാൻ, P ജനാർദ്ദനൻ, M പുരുഷോത്തമൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ ജില്ലാ വാർഷിക സമ്മേളനം സമാപിച്ചു. ചടങ്ങിൽ വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെ അനുമോദിച്ചു. ബുധനാഴ്ച രാവിലെ വിദ്യാനഗറിലെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണ് അസോസിയേഷൻ വാർഷിക സമ്മേളനം നടന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഏതെങ്കിലും ഒരു പദ്ധതി പ്രഖ്യാപിച്ച് ഇംപ്ലിമെന്റേഷൻ നടത്താൻ വേണ്ടി നാഥന്മാരില്ലാത്ത അവസ്ഥയാണ് ഇതിൻ്റെ കാലത്ത്. ഈ പ്രയാസം കൊണ്ടുപോളുണ്ട്. വ്യവസായ മേഖലയിൽ ഏറ്റവും പ്രബലമായ ഒരു സംഘടന നിലയിൽ ഒരു കാര്യം സംശയാതീതമായി നമുക്ക് പറയാം, നമ്മുടെ കൂട്ടായ്മ കൊണ്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്, നിഷേധിക്കാൻ കഴിയില്ല. ഏത് തലത്തിലായിക്കോട്ടെ വ്യവസായ വകുപ്പിൻ്റെ കുറേ കാർക്കശ്യങ്ങൾ അയവുവരുത്താൻ ചെറുകിട വ്യവസായ അസോസിയേഷൻ നല്ല ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അത് നിഷേധിക്കാൻ ആർക്കും കഴിയില്ല. നല്ല ആ സംഘബോധമാണ് കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത്. പക്ഷേ ഇപ്പോൾ കുറേ കാര്യങ്ങൾ നീട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് എല്ലാവരും, അത് സംസ്ഥാന കമ്മിറ്റി ആയിക്കോട്ടെ ജില്ലാ കമ്മിറ്റി ആയിക്കോട്ടെ, എല്ലാവരും ഒന്ന് അനങ്ങാണ്ടിരിക്കുകയാണ്. പക്ഷേ ഒന്നുകൂടി സജീവമായി ഇടപെടുകയും കയറേണ്ടുന്ന സമയമാണ് ഈ സമയം. ജില്ലാ പ്രസിഡന്റ് K രവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വ്യവസായികൾക്ക് നൽകുന്ന സേവനങ്ങളും പ്രോത്സാഹനങ്ങളും പൊതുവ്യവസായം എന്ന വിഷയത്തിൽ PV വേലായുധൻ ക്ലാസ് എടുത്തു. സംസ്ഥാന സർക്കാരിന്റെ മികച്ച വ്യവസായികൾക്കുള്ള പുരസ്കാരം നേടിയ ഉഷാമല്യ, PK ഉമാവതി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. SSLC +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് K രാമചന്ദ്രൻ നായർ, ജനറൽ സെക്രട്ടറി KK രമേശ്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി C ബിന്ദു, ജോസഫ് പൈക്കാട എന്നിവർ പ്രസംഗിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി നീലേശ്വരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സീനെറ്റ് ചാനൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ദേശഭക്തിഗാന മത്സരം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ 1ാം സ്ഥാനം നേടി. 69ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ചെറുവത്തൂർ, ഹോസ് ദുർഗ്, ചിറ്റാരിക്കൽ ഉപജില്ലകളിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് ദേശഭക്തിഗാന മത്സരം സംഘടിപ്പിച്ചത്. 3 ഉപജില്ലകളിൽ നിന്നായി 7ഓളം ടീമുകൾ മത്സരത്തിൽ മാറ്റുരച്ചു.
കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ 1ഉം ചായോത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 2ഉം സ്ഥാനം കരസ്ഥമാക്കി. പുണ്യഭൂമി സത്യ സബർമതിയിൽ നിന്നും നിത്യതരംഗിത മന്ത്രമുയർന്നു. ഈ ധീരഭൂമിയിൽ കാവലാളാകാം, കൈകോർത്തു നിൽക്കണം ഇനി നമ്മൾ ഒന്നൊത്തു ചേരാം, ഒന്നു ചേരാം, ഒന്നു ചേരാം, ഒന്നു ചേരാം, ഒന്നു ചേരാം, ചേർന്നു പാടാം. വിനോദ് ആലന്തട്ട, വിപിൻ രാഘവീണ എന്നിവരായിരുന്നു വിധികർത്താക്കൾ. ദേശഭക്തിഗാന മത്സരം ആഗസ്റ്റ് 15-ന് സീനെറ്റ് ചാനൽ സംപ്രേഷണം ചെയ്യും. വെള്ളിക്കുത്ത് യങ്സ്മെൻ ക്ലബിന്റെ സ്വാതന്ത്ര്യദിന പരിപാടികളുടെ ഭാഗമായി ഓഗസ്റ്റ് 15-ന് വൈകിട്ട് 4 മണിക്ക് ജില്ലാതല ദേശഭക്തിഗാന മത്സരം സംഘടിപ്പിക്കുന്നു. 17 വയസ്സുവരെയുള്ള വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ 9447444470 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രജിസ്ട്രേഷൻ ഫീസ് വർധനവിനെതിരെ പ്രതിഷേധം ശക്തമാവുന്നു. കോൺഗ്രസ് പ്രവർത്തകർ രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജില്ലയോടുള്ള അവഗണനയ്ക്കും അഴിമതിക്കുമെതിരെ ജില്ലാതല പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ജില്ലാതല അഴിമതിരഹിത പ്രവർത്തക സംഗമം കാസർകോട്ട് നടന്നു. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സമരം തുടങ്ങി. കളക്ടറേറ്റ് മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. മഹിളാ കിസാൻ ശാക്തീകരണ പരിയോജന പരിപാടിക്ക് പള്ളിക്കരയിൽ തുടക്കം. നാടൻ വിഭവങ്ങളുടെ മേള സംഘടിപ്പിച്ചു. അഷ്റഫ് മൗലവിക്കും ഹമീദിനും തണലൊരുക്കാൻ 3-ാം മൈൽ ഇസ്ലാമിക് കൾച്ചറൽ സെന്ററിന്റെ പ്രവർത്തകർ. നീലേശ്വരം കേന്ദ്രമാക്കി മാജിക് അക്കാദമി ആൻഡ് ആർട്ട് ഗാലറി ഒരുങ്ങുന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.